Hi friends, welcome to Rahi's World. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നട്ടി പബ്ലിക് കേക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്കൊരു അരിപ്പക്കോത്ത് 1 കപ്പ് മൈദ ഇട്ടതിന് ശേഷം അതിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ എടുത്ത് നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ ബൂസ്റ്റ് പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കളയാൻ പാടില്ല, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അത് പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷം നമ്മൾ അരച്ചതിൽ ബാക്കി ഉണ്ടായത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സിലിട്ട് പൊടിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 4 മുട്ട ബോളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തു. ഇനി 1/2 ടീസ്പൂൺ വെനില എസൻസ് ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര പൊടി ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര പൊടിക്കകത്ത് ബൂസ്റ്റിൻ്റെ പൊടി ഉണ്ടായതുകൊണ്ട് കളറൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അധികം നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ മിക്സ് ഇട്ടതിന് ശേഷം ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല. പകരം വിസ്ക് കൊണ്ടോ അതുപോലെ തന്നെ സ്പാച്ചുല കൊണ്ടോ മാത്രം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്ററിയൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. എന്നിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിൽ 30 അല്ലെങ്കിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ 30 മിനിറ്റ് ആയപ്പോൾ തന്നെ ബേക്കായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം കേക്ക് സോഫ്റ്റ് ആണുള്ളത്. ഇനി നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബൂസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യത്തെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തത് പഞ്ചസാരയും അതുപോലെ തന്നെ പാലും മിക്സ് ചെയ്തതാണ്. ഇനി അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും എടുത്തിട്ടുണ്ട്.
അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ലെയർ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ സോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള 2 ലെയറും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലെയറും വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഐസിങ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഐസിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സൈഡിലൊക്കെ നട്ട്സും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി മെൽറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ബൂസ്റ്റ് പൊടി കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു അരിപ്പക്കോത്ത് ബൂസ്റ്റ് പൊടി ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നട്ടി ബബ്ലി കേക്ക് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.